ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തേതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് പെയ്താണ്ട് ഈവനിങ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സണ്ണിൻ്റെ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞൊരു ഫാമിലി കുറച്ച് പേരാണെങ്കിലും വെച്ചിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹം 2000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കാമെന്നാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് ഈ വീഡിയോസ് കാണുന്നവർ ഒന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. മോർണിംഗ് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ വലിയമ്മ നല്ല പണിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കടയിൽ നിന്നൊക്കെ കിട്ടിയില്ലേ, ചായക്കടയിൽ നിന്നൊക്കെ കിട്ടണ പോലത്തെ ഈ കൈപ്പത്തിരി ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അമ്മ വീട്ടിലുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല, ഇലയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകട്ടായി ഉണ്ടാക്കി നോക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഭവം എന്തായാലും കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ പേരും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ തള്ളു കൂടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോൾ പിന്നെ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു, മന്തി. ഓൾറെഡി നമ്മൾ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വിചാരിച്ച് വേണ്ട, മേടിക്കാമെന്ന് ഞാൻ ചേട്ടൻ മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വട്ടത്തിരുന്നിട്ടാണ് കേട്ടോ അവിടെ ഫുഡ് കഴിക്കുക. ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വട്ടത്തിരുന്ന് കഴിക്കുമ്പോൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിൽ പോയിട്ടാണ്. മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അമ്മാമ്മയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വയസ്സാവില്ല. അപ്പോൾ ദേബ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഹായ് ഗായ്സ് എന്ന് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അമ്മായി ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പഴംപൊരിയും പിന്നെ അതുപോലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മാളും കേട്ടോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെറുതെ അടുത്ത് പോയി നിന്നിട്ട് ഓരോന്ന് ഇങ്ങനെ കിടികിടി പറയായിരുന്നു. പിന്നെ ഞാൻ ഡയറ്റൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു ദിവസമല്ല 2 ദിവസമൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്തു. പക്ഷെ മഞ്ചൊക്കെ കണ്ടപ്പോൾ കയ്യിൽ നിന്ന് പോയി. പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും കേട്ടോ. പിന്നെ ചേട്ടൻ സിപ്പപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത ഫ്ലേവറും കൂടിയായിരുന്നു. പക്ഷെ എല്ലാവരും കഴിക്കണുണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ നേരെ പാടത്തേക്ക് പോയിട്ടാണ്. ചെറുപ്പത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ പോണൊരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ തന്നെ കുറേ ആടുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൊണ്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവാറുണ്ട്. ആ സമയമാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടെ. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മാമ്മയും പോകട്ടെ ഒക്കെ ചോദിച്ചിട്ട് അതൊക്കെ ഒരു ഓർമ്മ തന്നെയാണ്. പിന്നെ അവിടെ ചെന്നപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടന്നിരുന്നത്. കാരണം എല്ലാ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കണ്ടപ്പോൾ എന്തോ ഒരു ജാതി പോലെ തോന്നി. പിന്നെ ഞങ്ങളെല്ലാവരും കുട്ടിപ്പടകളെല്ലാവരും കൂടി ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിയിട്ടോ. പക്ഷെ അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ചമ്മലകൾ കിടക്കുന്നുണ്ടപ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയില്ല കേട്ടോ. കാരണം ഡൈപ്പർ വേസ്റ്റും അങ്ങനെ കുറേ എണ്ണം കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് വെള്ളവും അതിലും ഇങ്ങനെ മീനൊക്കെ കിടന്ന് ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ചൂണ്ടിടാമെന്ന് പറഞ്ഞിട്ട് ചൂണ്ടെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയിട്ട്. അപ്പോൾ ആ ടൈമിലാണ് ഞങ്ങൾ ഈ കാണിച്ചു കൂടുന്ന അങ്കക്കെട്ടുകൾ. അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു പട്ടി, ഏതോ ഒരു വീട്ടിലെ പട്ടിയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര അഭ്യാസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും പട്ടീനെ പേടിയുള്ള ടീമോളാണ്. അങ്ങനെ അത് പാഹുവിൻ്റെ പിന്നാലെ അത് ഓടിയെത്തിയവളെ. പക്ഷെ അവൾ എങ്ങനെയോ എന്തൊക്കെയോ ചെയ്ത് അവൾ ഓടി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. അവൾ ഓടി ഒരു വീട്ടിലേക്ക് കയറിയിട്ടാണ്. ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. അത് അവൾ വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്, പട്ടി ഓടി കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാവയ്ക്ക് പാപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ടാണ്. വാവയ്ക്ക് പിന്നെ ചേച്ചീനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും വേണ്ട കേട്ടോ. ഭയങ്കര കമ്പനിയാണ് അവർ രണ്ടാളും. ഫുൾ ടൈം പിന്നെ ചേച്ചിയുടെ അടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ. ചേച്ചിക്ക് അതുപോലെ തന്നെയാണ് കേട്ടോ. ഉണ്ണിയോളെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ ഭയങ്കര കാര്യമായിട്ടാണ് കൊണ്ട് നടക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇത് പിറ്റത്തെ ദിവസം ഈവനിങ് ആട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കണ്ണൂത്ത് പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ പോയ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മഴക്കാരോ അതുപോലെ തന്നെ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയ ടൈമിൽ പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കുറച്ചങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ അപ്പോൾ ദൈവം വന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ വെള്ളത്തിലൊന്നും നമുക്ക് ഇറക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ആൾ നടക്കുന്നത്, വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്ലാബ് ഇട്ട പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇറക്കത്തിലേക്കായിട്ട്. അവിടെ അങ്ങനെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയിട്ടാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വണ്ടി നിർത്തി ഇറങ്ങിയത്. പക്ഷേ
നടന്നു തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവർക്കും മടിയായി. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ പിന്നെ അവിടെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്നിട്ടായിട്ടാണ് പിന്നെ വർത്താനും ഫോട്ടോ എടുക്കലൊക്കെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ വന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു സ്ലാബ് ഇട്ടിട്ട് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പാകത്തിനാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം നടന്നു. പിന്നെ അതുപോലെ തന്നെ ഇതെന്തോ ഒരു തരം പായലാണ്, എനിക്ക് കറക്റ്റ് എന്താ അതിൻ്റെ പേരറിയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ദേവ് പറഞ്ഞു എനിക്ക് അതിൻ്റെ പൂ വേണമെന്ന്. അപ്പോൾ ഞാനത് പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങാറുണ്ട്. സംഭവം നല്ല വഴുക്കലുണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് ആൾക്ക് കൊടുത്തു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത സങ്കടത്തിലാണ് ദേവ് നിന്നിടുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ അവിടേക്ക് പാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചേരയായിരുന്നു. അപ്പോൾ ദേവ് വന്നിട്ട് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ കാണിച്ചിരുന്നു പാമ്പ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് വെള്ളത്തിലായിരുന്നു കേട്ടോ. അതങ്ങനെ കയറി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. കുറേ ടൈം അവിടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ട് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ നിന്നു. അപ്പോൾ തന്നെ നമ്മൾ വാവയ്ക്ക് നമ്മൾ ഓൾറെഡി ഫുഡ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ലേറ്റ് ആവുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടുള്ള വീഡിയോ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഫുഡൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ തന്നെ ലോഡർ ഫ്രൈസ്, ബർഗർ, മൊമോസൊക്കെ ആയിരുന്നു കേട്ടോ, മൊജിറ്റോ. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ 4 പേരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിലേക്ക് പോയി കേട്ടോ. ഈ ഒരു സമയത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് വരാറുള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ. കാരണം ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ള ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.